ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ഔട്ടിംഗ് വീഡിയോ ആണ് കേട്ടോ. ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നെല്ലാവരും കൂടിയിട്ട് ബീച്ച് കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു 4:30 ആയപ്പോഴേക്കും എത്തി. അതുകൊണ്ട് കുറച്ചധികം നേരം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയായിരുന്നു കേട്ടോ. മോനെ ഞങ്ങൾ ചെറുതിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പോയപ്പോഴാണ് അവന് വെള്ളമൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു മോന്. അവനെങ്ങനെ അതിനോട് പ്രതികരിക്കുന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ആദ്യമായിട്ട് കടലിൽ ഇത്രയധികം വെള്ളം കണ്ടപ്പോൾ ആകെ അമ്പരം നിൽക്കുക, എന്താ ചെയ്യേണ്ടത്. ആൾക്കാകെ പേടിയായിരുന്നു ഫസ്റ്റ് കേട്ടോ. എന്താ ചെയ്യേണ്ടത്, എങ്ങോട്ട് ഇറങ്ങണ്ടേ, ഇവിടെ ഇറങ്ങാൻ പറ്റുമോ, ഇത്രയും വെള്ളം ഒരുമിച്ച് കാണല്ലേ. വെള്ളം എന്ന് വെച്ചാൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമല്ലേ. പക്ഷെ ആൾ ശരിക്കും എന്താ പറയുക, ഓവർ സർപ്രൈസ്ഡായി പോയപ്പോലെ തോന്നി കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം എടുത്തു ആൾ കളിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് കുറച്ച് നേരം വെള്ളം, നമുക്കിപ്പോൾ മക്കളുള്ളതുകൊണ്ടൊന്നും വെള്ളത്തിൽ അങ്ങനെ അധികം നേരം ഇരുന്ന് കളിക്കാനൊന്നും പറ്റാറില്ല. അതുകൊണ്ട് മക്കൾ കളിക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് നോക്കിക്കും, ചെറിയ ചെറിയ വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക, ഇതാണ് കേട്ടോ. അപ്പോൾ ആളിങ്ങനെ ആകെ കൺഫ്യൂസ്ഡായിട്ട് നോക്കുകയാണ്. ഇത്ര വെള്ളം എവിടെ നിന്നാണ് വന്നത്, ദൈവമേ ഇതാരും ഇവിടെ കൊണ്ടുവച്ചതെന്നുള്ള കൺഫ്യൂഷൻസിൽ നിൽക്കട്ടെ. ആകെ നെടുവീർപ്പിടുന്നുണ്ട്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല കേട്ടോ. എന്നിട്ട് അച്ഛൻ്റെ അടുത്ത് പറയാൻ അവിടെ മുമ്പുണ്ട് നോക്ക്. അപ്പോൾ ജസ്റ്റ് അവനെ ഫസ്റ്റ് ടൈം അവനെ ഒന്ന് കടലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് വെള്ളം ടച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളം കണ്ടതിൻ്റെയും വെള്ളം തൊടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റൊക്കെ വരുമ്പോൾ ആൾ ബാക്കിലോട്ട് മാറി കളയുന്നുണ്ട് വെള്ളം വന്നപ്പോൾ. പിന്നെ ആൾക്ക് മനസ്സിലായി, ഓക്കെ ഇത് വെള്ളമാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനിത് എൻജോയ് ചെയ്യാണ്ടിരുന്നുണ്ടെങ്കിൽ ഞാനിത് മിസ്സാക്കും, അച്ഛനമ്മയും എന്തായാലും ഇത്ര പെട്ടെന്ന് ഇനി കൊണ്ടുവരാൻ വഴിയില്ല എന്നാൾക്ക് മനസ്സിലായി. അപ്പോഴാണ് ആൾ ചേട്ടൻ അവിടെ ഒരു വലിയൊരു കിണർ കുഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത്. പിന്നെ അത് കുറച്ച് നേരം അവിടെ നോക്കി ചേട്ടൻ എന്താണ് ഈ കയ്യിലൊക്കെ ചെളിയാവുന്നുണ്ടല്ലോ, എന്താ ചെയ്യണേന്ന് നോക്കിയിട്ട് നോക്കുകയാണ് കേട്ടോ. ആൾക്കാകെ എന്തോ പോലെ തോന്നുന്നുണ്ട് ചെളിയായിട്ട് മേത്താവുമ്പോഴൊക്കെ. ആളെ കയ്യേന്നൊക്കെ വെക്കുന്നുണ്ട്. എത്രയൊക്കെ ആയാലും കടലിൽ വന്ന മക്കൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും സന്തോഷമല്ലേ. എന്താ പറയുക, മണ്ണിൽ കളിക്കുക, ചെളിയിൽ കളിക്കുക, വെള്ളത്തിൽ കളിക്കുക അല്ലേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം അതിൻ്റെ കരയിൽ കുറേയൊക്കെ നേരം നടന്നു കേട്ടോ. ഫസ്റ്റൊന്നും അവന് ഇറങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല വെള്ളത്തിലോട്ട്. പിന്നെ പയ്യെ നമ്മളൊക്കെ ചെറുതായിട്ട് കാലൊക്കെ നനച്ചെടുത്തു കേട്ടോ. മുഖ്യമൊന്നും എടുത്തില്ല ആൾ, കാലൊക്കെ ചെറുതായിട്ട് നനച്ചു. പിന്നെ കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ. എത്ര നേരം കടലിൽ നിന്നാലും മതിയാവില്ല അല്ലേ. കടലിൻ്റെ ഭംഗി കണ്ട് നമുക്ക് എന്ത് പെട്ടെന്ന് കടലിൽ പോയിട്ടുണ്ടെങ്കിൽ സമയം പോവാം. എത്ര കണ്ടാലും മടുക്കില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. എത്ര നേരം വേണേൽ നമുക്കവിടെ സിമ്പിളായിട്ട് ചിലവാക്കാൻ പറ്റില്ലേ. പിന്നെ എന്തെല്ലാവരും പറയില്ലേ, നമ്മുടെ എല്ലാ മൂഡ് സ്വിങ്സിനും പറ്റിയ ഒരു ഓപ്ഷനാണ് ബീച്ച് വ്യൂ എന്ന് വെച്ചാൽ. നമുക്ക് സങ്കടം വന്നാലും ബീച്ചിൽ പോയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറുമെന്ന് പറയും. നമ്മൾ ഒത്തിരി ഹാപ്പി ആണെങ്കിലും മാറുമെന്ന് പറയും. നമ്മളിപ്പോൾ എന്താ പറയുക, ആരുമില്ല, അങ്ങനെ ഒരു സാഡായിട്ടുള്ള മൊമെൻറ്റിലാണ് ഇരിക്കണമെന്നുണ്ടെങ്കിലും നമ്മുടെ എന്താ പറയുക, നമുക്കൊരു ഹാപ്പിനെസ് കൊണ്ടുവരാനായിട്ട് ബീച്ചിന് പറ്റും. അത് കറക്റ്റായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പലപ്പോഴും. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മൾ ബീച്ച് കാണാൻ വരുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒത്തിരി പോക്കറ്റ് കാലിയാവില്ല. അന്ന് നമുക്ക് ഹാപ്പി വൈബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100% ആയിരിക്കും അല്ലേ. ഇത് കാണാൻ വരാനോ അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഫീസ് പേ ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട, നമ്മുടെ പോക്കറ്റ് കാലിയാവില്ല അല്ലേ. എത്ര മതിയാവോളം വേണമെങ്കിലും നമുക്ക് കടലിൽ വെള്ളത്തിൽ കളിക്കാം. അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഒന്ന് വേറെ തന്നെയല്ലേ. എത്രയൊക്കെ വാട്ടർ തീം പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും ബീച്ചിൽ പോയിട്ട് വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സുഖം തന്നെയല്ലേ. എൻ്റെ മോൾക്ക് ബീച്ചിൽ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയ ഇഷ്ടം വേറെ ഒന്നുമില്ല. എപ്പോഴും ബീച്ചിൽ പോകണമെന്ന് പറഞ്ഞ് വഴക്ക് കുടിക്കും കേട്ടോ. പക്ഷെ എപ്പോഴും നമുക്ക് ബീച്ചിൽ കൊണ്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് വല്ലപ്പോഴൊക്കെയാണ് നമ്മൾ പോവുള്ളൂ കേട്ടോ. ഒത്തിരി അടുത്താണെന്നുണ്ടെങ്കിലും അങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നമ്മളങ്ങനെ പോകാറില്ല. എന്തായാലും അവളുടെ ചോയ്സ് അനുസരിച്ച് അവൾ ഒത്തിരി ആഗ്രഹിക്കുകയാണെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ കൊണ്ടുപോകും കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എൻ്റെ മോളുടെ ജന്മനക്ഷത്രവും കടലമ്മയുടെ ജന്മനക്ഷത്രവും ഒന്നാണ് കേട്ടോ ചോതി. പിന്നെയും കുറേ നേരം നിന്നു. അപ്പോൾ സൺസെറ്റ് ആവാറേ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഇങ്ങനെ ഹസ്ബൻഡ് പറയുകയാണ് നമുക്ക്
കുറേ നേരമല്ലേ നിന്നോടെ തന്നെ നിൽക്കുന്നത്, നമുക്ക് കരയൊക്കെ തന്നെ കുറച്ച് നേരം അങ്ങോട്ട് പാരലായിട്ട് മൂവ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് നടന്നു കേട്ടോ. അങ്ങനെ നടന്ന് അപ്പോഴേക്കും ഇവിടെ ഒരാൾക്ക് ഭയങ്കര ലൈസൻസായി, കാരണം കുറച്ച് നേരമായല്ലോ. അപ്പോൾ ആൾക്ക് മനസ്സിലായത് വെള്ളമാണ്, നമുക്ക് കളിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല, അച്ഛൻ്റെ അമ്മയെ നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ല, നമുക്ക് തന്നെ ഇറങ്ങാമെന്നുള്ളൊരു ലൈസൻസ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. എന്തൊക്കെയായാലും നല്ലൊരു ഹാപ്പി ഡേ തന്നെയായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. വർക്ക് കൂടുതലുള്ളതുകൊണ്ട് നമുക്കങ്ങനെ ഔട്ടിങ്ങൊന്നും നമ്മൾ അധികം അങ്ങനെ പോകാറില്ല. ഒന്നാമത്തത് എപ്പോഴും ബിസി ഷെഡ്യൂൾഡായതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടാറില്ല. എന്തായാലും ഇന്ന് ഹസ്ബൻഡിന് ഫ്രീ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ, പിള്ളേഴ്സിനൊക്കെ കൂടിയിട്ട്. അപ്പോൾ ഇതേ ആൾ മണ്ണൊക്കെ വാരി കടലിലേക്ക് എറിയാൻ നോക്കുകയാണ് കേട്ടോ. ഈ കളിയാറ് കുറേ നേരം കളിച്ചു കേട്ടോ. ഇവിടുന്ന് മണ്ണെടുക്കുക അവിടെ കൊണ്ടെറിയുക, ഇവിടുന്ന് മണ്ണെടുക്കുക അവിടെ കൊണ്ടെറിയുക. അങ്ങനെ കുറച്ച് നേരം കൂടി കളിച്ചപ്പോഴേക്കും സമയമായിട്ടോ. അപ്പോൾ നമ്മൾ കയറിപ്പോയിട്ടോ. കയറിപ്പോയി ഐസ്ക്രീം അങ്ങനെ, പിന്നെ പൊട്ടറ്റോ സ്പൈറൽ അതൊക്കെ കഴിച്ചു, പിന്നെ കോളിഫ്ലവർ കഴിച്ചു, പാനിപ്പൂരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് കുറച്ച് പിക്കിൾ ഇടാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മസാല എനിക്ക് പ്രിപ്പറേഷൻ ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് സെറ്റാക്കി നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പൊടീസൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ എല്ലാ പൊടികളും ചേർത്തിട്ട് അത് ഇതേപോലെ നന്നായിട്ട് പച്ചമണം മാറണ വരെ വഴറ്റിയിട്ട് പിന്നെ നമ്മൾ ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ട് തട വരുമ്പോൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ ബീഫ് കൂട്ടന്മാരിട്ട് കൊടുത്തിട്ട് പിക്കിൾ സെറ്റാക്കി കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ള പിക്കിൾസൊക്കെ ചൂടാറിയതിന് ശേഷം നമ്മൾ ഒരു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും കേട്ടോ. എന്നിട്ട് ഉപ്പ് ബാലൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോട്ടിൽസിൽ ഫില്ല് ചെയ്യണം കേട്ടോ, സെയിലാക്കാനായിട്ട്. പിന്നെ നമ്മുടെ പിക്കിൾ ആസ് യൂഷ്വൽ എല്ലാവരും ചെയ്യുന്ന പോലെ ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. നമുക്ക് വാട്സപ്പ് ചെയ്താലോ അല്ലെങ്കിൽ കോൾ ചെയ്താലോ നമ്മൾ എവിടെയാണെങ്കിലും എത്തിക്കും കേട്ടോ. പിക്കിൾസിൽ നമ്മൾ വെജും നോൺ വെജും ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ കസ്റ്റമൈസേഷൻ അനുസരിച്ചിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.